ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗ്നേഴ്സ് ഗൈഡ്. കുറച്ച് ദിവസമായിട്ട് എല്ലാവരും എയർ ഡ്രോപ്പിന്റെ പിന്നാലെയാണ്. കാരണം അത്രയും വലിയൊരു എയർ ഡ്രോപ്പാണ് ആർബിട്രം ഒക്കെ കൊടുത്ത് കുറച്ച് മാസം മുമ്പ് ആപ്റ്റോസ് കൊടുത്തിരുന്നു. അപ്പോൾ ഇനി അതുപോലെ പൊട്ടൻഷ്യൽ എയർ ഡ്രോപ്പ് ഏതാണെന്ന് എല്ലാവരും തപ്പി നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിലാച്ച് നമ്മൾ അങ്ങനെ എയർ ഡ്രോപ്പിനെ കുറിച്ച് പറയാറില്ല. അപ്പോൾ കുറേ പേര് കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുന്നുണ്ട്, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ വരാൻ പോകുന്നതെല്ലാം അപ്ലൈ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാനും അതിനെക്കുറിച്ച് റിസർച്ച് ഒന്നും നടത്താത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കും വലിയ പിടുത്തമില്ല. ഞാൻ എയർ ഡ്രോപ്പ് പണ്ട് മുതൽ അങ്ങനെ വല്ലാണ്ട് അപ്ലൈ ചെയ്യാറില്ല. ആദ്യം വളരെ തുടക്കത്തിൽ തന്നെ 1-2 മാസം നല്ല അപ്ലൈ ചെയ്തു, പിന്നെ ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്റ്റോപ്പ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പൈസ കൊടുക്കുന്ന എയർ ഡ്രോപ്പ് ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ പറയുന്നവരും പറയും എയർ ഡ്രോപ്പ് നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടാനാണ്. ഒരുപാട് എയർ ഡ്രോപ്പ് അപ്ലൈ ചെയ്ത് 2 കൊടുത്തത്. സോ അതുപോലെ കിട്ടാതിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. പക്ഷേ അങ്ങനെ ചെറിയ പൈസ ആണെങ്കിലും ചെയ്യാൻ റെഡി ആയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന 2-3 പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് zksync സ്റ്റാർക്നെറ്റ് ഒക്കെയാണ്. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാർക്നെറ്റ് എയർ ഡ്രോപ്പ് എങ്ങനെയാണ് ക്ലെയിം ചെയ്യുക, എങ്ങനെയാണ് എലിജിബിൾ ആവുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാനും ഇതുവരെ റിസർച്ച് എടുത്തിട്ടില്ല. ഒരു ആർട്ടിക്കിൾ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിരുന്നു, ഈ വീഡിയോ താഴെയും കൊടുക്കാം. സോ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ പ്രൊസീഡ് ചെയ്ത് കാണിച്ചു തരികയാണ്. ഇതുപോലെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. ഇതിപ്പോൾ കിട്ടോ കിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എനിക്കും ചിലപ്പോൾ എറർ വരാം, കാരണം ഞാനും ആദ്യമായിട്ടാണ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കും കുറേ എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ എൻ്റെ കറന്റ് മെറ്റാമാസ്കിനകത്ത് എന്ന് പറഞ്ഞാൽ വെറും $25 വർത്തുള്ള ഒരു ETH മാത്രമാണ്. ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ എയർ ഡ്രോപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ചെറിയ എമൗണ്ടിനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് കാണാം. 25 വർത്ത് ഓഫ് ETH മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക. അതിനകത്ത് കുറച്ച് എത്തീരിയം വെച്ച് ഫണ്ട് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട് എത്തീരിയത്തിനകത്ത് മെറ്റാമാസ്കിനകത്ത് എങ്ങനെയാണ് ചെയ്യുക. ബൈനാൻസിനകത്ത് എത്തീരിയം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ചേഞ്ചിനകത്ത് വാങ്ങിയിട്ട് ഇങ്ങോട്ട് സെൻഡ് ചെയ്താലും മതി. അതല്ല നിങ്ങളുടെ BNB ചെയിനകത്താണ് കുറേ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എത്തീരിയത്തിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ലൈഫ് പറഞ്ഞ ബ്രിഡ്ജ് ഒക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ട് മാറ്റാം. പക്ഷേ കുറച്ച് കൂടുതൽ എമൗണ്ട് കൊടുക്കേണ്ടി വരും. സോ അതിലും ഭേദം നേരിട്ട് ETH വാങ്ങിയിട്ട് സെൻഡ് ചെയ്യാണ്. അത് ഒന്നാമത്തേതാണ് മെറ്റാമാസ്ക് കണ്ടിയ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സ്റ്റാർക്നെറ്റിന്റെ ഒരു വാലറ്റ് ഉണ്ട്, അർജന്റ് എക്സ്. അങ്ങനെ കുറെ വാലറ്റ് അല്ല, അർജന്റ് എക്സ് ആണ് ഇതിനകത്ത് ഇവർ പറയുന്നത് ഈസി ആയിട്ട് ചെയ്യാന്ന് പറയുന്നത്. എന്തിനാണ് മെറ്റാമാസ്ക്, അതുകൊണ്ടാണ് മെറ്റാമാസ്ക് ചെയ്യാൻ പറ്റാത്തത് വെച്ചാൽ എത്തീരിയം എന്ന് പറഞ്ഞാൽ EVM എന്ന് പറഞ്ഞിട്ട് എത്തീരിയം കോമ്പാറ്റബിൾ മെഷീൻ ഉണ്ട്. സോ അത് സ്റ്റാർക്നെറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. സ്റ്റാർക്നെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെയർ 2 ആണെങ്കിലും EVM കോമ്പാറ്റബിൾ അല്ല. പക്ഷെ നല്ല രീതിയിൽ എന്താ പറയുക, സ്പീഡൊക്കെ വളരെ കുറഞ്ഞ പൈസയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഇപ്പോൾ കുറച്ച് സ്കെയിലബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ അത് ഗോയിങ് ഫോർവേഡ് ഇംപ്രൂവ് ചെയ്യുന്നു വിശ്വസിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ അർജന്റ് എക്സ് ആണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരിട്ട് ഒരു പേജിലേക്ക് പോകും. ആ ആർട്ടിക്കിൾ താഴെ കൊടുത്തിട്ടുണ്ട്, അവിടെ പോകുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഓപ്ഷൻ കാണാം. മോസില്ലയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രോമിലാണെങ്കിൽ രണ്ടിനും എക്സ്റ്റൻഷൻ എടുത്ത് ഡൗൺലോഡ് ക്രോം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരും. നിങ്ങൾ ആഡ് ടു ക്രോം എപ്പോഴും ചെയ്യുന്ന പോലെ ആഡ് ടു ക്രോം ആഡ് ടു എക്സ്റ്റൻഷൻ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ക്രിയേറ്റ് ന്യൂ വാലറ്റും റീസ്റ്റോർ ആൻഡ് എക്സിസ്റ്റിംഗ് വാലറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിങ്ങൾ ക്രിയേറ്റ് ന്യൂ വാലറ്റ് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങളുടെ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഞാൻ അതിവിടെ കാണിക്കുന്നില്ല, അവസാനം ഇത് സെറ്റപ്പ് ചെയ്തിട്ടാണ് ഈ കാണിക്കുന്ന വീഡിയോ. അപ്പോൾ നമ്മൾ ഇവിടെ അർജന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫേസ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവരുടെ അർജന്റ് വാലറ്റ് നമ്മൾ ഇതുപോലെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇപ്പം ഒരുപാട് പേര് എയർ ഡ്രോപ്പ് അപ്ലൈ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. നെറ്റ്വർക്ക് കൺജഷൻ എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. സ്റ്റാർക്നെറ്റ് ഈസ് കൺജസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയില്ല എത്രത്തോളം പെട്ടെന്ന് അക്കൗണ്ട് കിട്ടുന്നുള്ളത്, ഫണ്ട് കയറുന്നുള്ളതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പ് സ്റ്റാർക്നെറ്റ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ടെസ്റ്റ് നെറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അത് നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് മെയിൻ നെറ്റിലേക്ക് മാറ്റുക. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. മെയിൻ നെറ്റിൽ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് മെയിൻ നെറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പറഞ്ഞ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് സ്റ്റാർക്നെറ്റ്, നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ യൂസ് ദ സ്റ്റാർക്നെറ്റ് ബ്രിഡ്ജ് ടു ട്രാൻസ്ഫർ ETH ഫ്രം എത്തീരിയം ടു സ്റ്റാർക്നെറ്റ്. അതായത് നമ്മുടെ മെറ്റാമാസ്കിനകത്തുള്ള മെറ്റാമാസ്കിന്റെ എത്തീരിയം നെറ്റ്വർക്കിലെ എത്തീരിയം നമ്മൾ സ്റ്റാർക്നെറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. അതിന് ബ്രിഡ്ജ് യൂസ് ചെയ്യണം. അത് ഇവിടെ ഓപ്ഷൻ എടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിലേക്ക് പോകും. നമ്മൾ അവരുടെ ബ്രിഡ്ജിലേക്ക് പോവാണ്, സ്റ്റാർക്നെറ്റിന്റെ ബ്രിഡ്ജിലേക്ക് പോവാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കണക്ട് എത്തീരിയം ആയിട്ട് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കണക്ട് എത്തീരിയം വാലറ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു പോപ്പപ്പ് വരും, നമ്മൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ അർജന്റ് വാലറ്റും ഇതുപോലെ കണക്ട് ചെയ്യേണ്ടി വരും. കണക്ട് ഓക്കെ. നമ്മൾ ഇനി സ്റ്റാർക്നെറ്റ് വാലറ്റ് കണക്ട് ചെയ്യാണ്. അതും ഇതുപോലെ അർജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പ്രോംപ്റ്റ് വരുന്നുണ്ടാവും, അത് നമ്മൾ അപ്രൂവ് ചെയ്യാം. കണക്ട് ഓക്കെ. നമ്മളിപ്പം രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എത്തീരിയം കാണിക്കുന്നുണ്ട് 0.01 എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമ്മളത് മൊത്തത്തിൽ സെലക്ട് ചെയ്യണമെങ്കിൽ മൊത്തത്തിൽ സെലക്ട് ചെയ്യാം. 0.0140 എന്നുള്ള എത്തീരിയമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇതിലേക്ക് കാണിക്കുന്നുണ്ട് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ. അത് എത്തീരിയത്തിൽ നിന്ന് സ്റ്റാർക്നെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. മെറ്റാമാസ്ക് കൺഫർമേഷൻ കൊടുക്കുന്നുണ്ട്, പ്രോംപ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ഗ്യാസ് ഫീസ് ഉണ്ടോ നോക്കാം, അല്ലെങ്കിൽ കുറയ്ക്കുക ചിലപ്പോൾ വാല്യൂ എത്രയാണ് ഗ്യാസ് ഫീസ് വരുന്നത് അറിയില്ല. നമ്മളിപ്പം എന്താ ചെയ്യുന്നത് L1 to L2 ട്രാൻസ്ഫർ ചെയ്യാണ്. അത് നമ്മുടെ L1 എന്ന് പറഞ്ഞാൽ എത്തീരിയം ആണ്, അത് L2 ട്രാൻസ്ഫർ ചെയ്യാണ്. ഇപ്പം ഗ്യാസ് ഫീസ് ഇല്ല. അപ്പം നമുക്ക് എത്ര ഗ്യാസ് ഫീസ് വരുന്നത് കാണിക്കുന്നത്, ഗ്യാസ് ഏകദേശം $4 കാണിക്കില്ല. കാരണം ഭയങ്കര കൺജസ്റ്റ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഗ്യാസ് ഫീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ $20 എന്നുള്ളതൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്യാണ്. എന്നിട്ട് ഒന്നുകൂടി ട്രാൻസ്ഫർ ചെയ്ത് നോക്കുകയാണ്. 0.12. നിങ്ങൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ വലിയ എമൗണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ടെസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ടെസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ സക്സസ് ആവില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പാഠം നോക്കുകയാണെങ്കിൽ 0.010 എന്ന് പറഞ്ഞ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമുക്ക് ഏകദേശം എത്ര കിട്ടുന്നോട്ടെ. ഇതിന് ഗ്യാസ് ഫീസ് ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കാം. ഗ്യാസ് ഫീസ് എത്തിയത്തിൽ ഇപ്പം പ്രത്യേകിച്ച് ഒന്നാമത് കൺജസ്റ്റ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്യാസ് ഫീസ് കൊടുക്കേണ്ടി വരും. കൺജസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഗ്യാസ് ഫീസ് വേണ്ടി വരില്ല. ഈ ഒരു ഇഷ്യൂ ഗ്യാസ് ഫീസിന്റെ ഇഷ്യൂ ഷാങ്ഹായ് ബ്ലേഡ് വന്നാൽ മാറും എന്ന് വിശ്വസിക്കാം. ഇതും പറ്റുന്നില്ലല്ലോ. 17 എത്ര കാണിക്കുന്ന ഗ്യാസ് ഫീസ് 0.12 ടോട്ടൽ 22 ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണത്. അതുണ്ടല്ലോ, എന്താണ് കാണിക്കാത്തതല്ല. ഒന്നും കൂടി ട്രൈ നോക്കുകയാണ്.
ഞാൻ 0.09 കൊടുത്തിട്ട് കൺഫർമേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഗ്യാസ് ഫീസ് ഉണ്ട്, നമുക്കറിയാം. ഈ ഒരു ഗ്യാസ് ഫീസിന്റെ ഒക്കെ പ്രശ്നം കൊണ്ടാണ് ഞാൻ പണ്ടും ചെയ്യാഞ്ഞത്. എനിവേ നമുക്കൊന്ന് ട്രൈ നോക്കാം. 0. ഇവിടെ കാണാം 0.09 ഇത്തീരിയമാണ് ഞാൻ സെൻഡ് ചെയ്യുന്നത് സ്റ്റാർക്നെറ്റിലേക്ക്. ദിസ് ഈസ് കൺഫർമേഷൻ. ഓക്കെ, കംപ്ലീറ്റ് ആയി ട്രാൻസാക്ഷൻ സെൻഡ്. യുവർ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ സെൻഡ് സക്സസ്ഫുള്ളി ടു സ്റ്റാർക്നെറ്റ്. ട്രാൻസ്ഫർ മേ ടേക്ക് അപ്പ് ടു സെവറൽ അവേഴ്സ് ഡിപ്പെൻഡിംഗ് ഓൺ ദ കൺജഷൻ. ഇറ്റ് മേ ടേക്ക് എ വൈൽ ഫോർ യുവർ ബാലൻസ് ടു അപ്ഡേറ്റ്. അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എത്ര നേരം എടുക്കുന്നറിയില്ല. ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം, അർജന്റ് വാലറ്റിൽ റിഫ്ലക്ട് ആയതിനു ശേഷം നമുക്ക് അടുത്ത് കാണിക്കാം. അതിനുശേഷം ബാക്കി വീഡിയോ തുടങ്ങാം. ഏകദേശം ഒരു 15 മിനിറ്റിൽ മേലെ എടുത്തോട്ടോ എൻ്റെ ഫണ്ട് ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്യാൻ. നിങ്ങൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് റിഫ്ലക്ട് ചെയ്താൽ നിങ്ങൾ ജസ്റ്റ് മെയിൻ നെറ്റ് ടെസ്റ്റ് ഒന്ന് മാറ്റി കളിച്ച് നോക്കാം. ഒരു 15 മിനിറ്റ് ചിലപ്പോൾ വന്നിട്ട് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് ഏകദേശം 15 മിനിറ്റ് എടുത്തു. അതിൽ ഒന്നാമത്തെ ഒരു കാരണം പറഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് കൺജഷൻ എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ 3 മിനിറ്റ് എടുത്ത്. സോ നമ്മൾ അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. തേർഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് മെറ്റാമാസ്ക് അർജന്റ് വാലറ്റ്, അതിനുശേഷം മെറ്റാമാസ്കിൽ നമ്മൾ സ്റ്റാർക്നെറ്റിലേക്ക് പോകുന്നു. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രൈ ദ ടോപ്പ് ഡീസെൻട്രലൈസ് എക്സ്ചേഞ്ചസ് ഓൺ സ്റ്റാർക്നെറ്റ്. ഇനി ഇതിനകത്തുള്ള ഡീസെൻട്രലൈസ് എക്സ്ചേഞ്ചസ് നമ്മൾ യൂസ് ചെയ്യണം. സോ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻലി ഉള്ളത് 3 ആണ്. മൈ സ്വാപ്പ്, 10K സ്വാപ്പ്, JD സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള 3 സ്വാപ്പാണ്. ഗോ ടു ഈച്ച് ഡീസെൻട്രലൈസ് എക്സ്ചേഞ്ച്, ദെൻ ട്രേഡ് സം ethereum for USDT, then go to the pool and some. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇവിടെ ചെയ്യാം. മൈ സ്വാപ്പിനകത്ത് പോകുന്നുണ്ട്. നമ്മൾ അർജന്റായിട്ട് കണക്ട് ചെയ്യുന്നു, കണക്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡ് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ സെലക്ട് ടോക്കൺ അവിടെ ethereum കൊടുക്കുന്നു. ഇവിടെ USDC കൊടുക്കുന്നു. ഇവിടെ 1 കൊടുക്കുകയാണ്. ഒരു USDC കൊടുക്കുന്നു. നമുക്ക് ഏകദേശം മിനിമം എമൗണ്ട് 0. കിട്ടുന്നുണ്ട്. നമ്മൾ 0.0005 ആണ് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഒരു ഇത് കൊടുക്കുമ്പോൾ ഏകദേശം എത്ര ഗ്യാസ് ഫീസ് പോകുന്ന അറിയില്ല. നെറ്റ്വർക്ക് ഫീസ് ഇവിടെ കാണിക്കുന്നില്ലേ? കൺഫേം ട്രാൻസാക്ഷൻസ്. ഓക്കെ, 0.32 ആണ് നമുക്ക് നെറ്റ്വർക്ക് ഫീസ് വരുന്നത്. അതായത് ഒരു 30 സെന്റിന് അടുത്ത് കൺഫർമേഷൻ വരുന്നുണ്ട്. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമ്മളത് കംപ്ലീറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചും അതുപോലെ തന്നെ ചെയ്യാം. തിരിച്ച് USDC എത്തിയിലേക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ സ്വാപ്പ് ചെയ്യാനൊക്കെ പറ്റും. ഇതിപ്പം സക്സസ് ആവുന്നുള്ള പ്രതീക്ഷയാണ്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം 1 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടും ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാനപ്പോൾ ഇതിന്റെ സ്റ്റാറ്റസ് എന്ന് അറിയാൻ വേണ്ടി അർജന്റ് വാലറ്റിലേക്ക് പോവാണ്. അർജന്റ് വാലറ്റിലേക്ക് പോയി ഇവിടെ നമുക്ക് കാണാം സ്റ്റാർ സ്കാൻ. ഇവിടെ ആക്ടിവിറ്റിയിലേക്ക് പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവ് ആൻഡ് സ്വാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാർ സ്കാൻ്റെ ഡീറ്റെയിൽസ് കാണും. നമുക്ക് ഇവിടെ കാണാം ഈ ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. ഏകദേശം അരമണിക്കൂറൊക്കെയാണ് ഇവർ പറയുന്നത്. അത്രയും സ്ലോ ആണ്. ഭയങ്കരമായിട്ട് സ്കെയിലബിലിറ്റി ഇഷ്യൂ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് തോന്നുന്നത്. പക്ഷേ ഹോപ്പ്ഫുള്ളി ഹാഷ്ടാഗ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഞാൻ ഒരു കോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ ഇത് എന്താണെന്ന് പിന്നെ പറയാം. സോ 26 മിനിറ്റ് എന്നാണ് പറയുന്നത്. നമുക്കത് എന്തായാലും ചെയ്തുകൊണ്ട് ആ ട്രാൻസാക്ഷൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. സമയം കളയാണ്ട് നമുക്ക് അടുത്ത വെബ്സൈറ്റിൽ കൂടി പോകാം. അടുത്ത വെബ്സൈറ്റ് എന്ന് പറയുന്നത് 10K സ്വാപ്പ് ആണ്. നമുക്ക് അവിടെ എത്ര നേരം എടുക്കും നോക്കാം. 10K സ്വാപ്പിനകത്ത് അതുപോലെ കണക്ട് വാലറ്റ് കൊടുക്കണം. അർജന്റ് എക്സ് നമ്മൾ കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി അഡ്രസ് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ETH എന്ന് പറഞ്ഞാൽ ബാലൻസ് 0.0. നമ്മൾ ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ഇതും USDC തന്നെ ആക്കാം. ഒരു USDC കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം എത്രത്തോളം 0.005 ഇവിടെ നമ്മൾ സ്വാപ്പ് കൊടുക്കുകയാണ്. കൺഫേം കൊടുക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ കൺഫർമേഷൻ. ഇവിടെ ഗ്യാസ് ഫീസ് വരുന്ന നമുക്ക് അവിടെ 0.32 വന്നിട്ടുണ്ട്. ഇവിടെ 0.36, ഏകദേശം ഒരു 40 രൂപ, മൊത്തത്തിൽ 40 രൂപയുടെ അടുത്ത് ഫീസ് പോയിട്ടുണ്ട്. സോ ഇത് കംപ്ലീറ്റ് ആവുമെന്ന് നോക്കാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ട്രാൻസാക്ഷൻ. നമുക്ക് വേണമെങ്കിൽ ഇവരുടെ സ്കാനറിനാണ്, BSC സ്കാനർ പറയുന്നതാണ് സ്റ്റാർ സ്കാൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ USDC എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ ആഡ് ന്യൂ ടോക്കൺ ഇവിടെ ജസ്റ്റ് USDC എന്ന് അടിച്ചു കൊടുക്കുക. കോൺടാക്ട് അഡ്രസ് അടിച്ചു കൊടുക്കുക. നമ്മൾ USDC ആണ് ട്രാക്ക് ചെയ്തത്. USDCയുടെ നെറ്റ്വർക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനത് അഡ്രസ് അടിച്ചു കൊടുത്ത് നോക്കിയിട്ടും സംഭവം വരുന്നില്ല. അപ്പോൾ എന്താണെന്നും കൂടി കൺഫേം വേണ്ടി നോക്കിയപ്പോൾ ഇവിടെ നമ്മുടെ ട്രാൻസാക്ഷനും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ പെൻഡിംഗ് കാണും. 10K സ്വാപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ മൈ സ്വാപ്പ് ആണെങ്കിലും രണ്ടിലും പെൻഡിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. പ്ലീസ് ചേഞ്ച് നെറ്റ്വർക്ക് ഇൻ. ഓക്കെ, നോട്ട് കണക്റ്റഡ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് രണ്ടിലും ഇത് തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ സ്റ്റാർ സ്കാനിൽ പോകുമ്പോൾ നമ്മൾ രണ്ടിലും ഉണ്ട്. ഒന്നിൽ 22 മിനിറ്റും ഒന്നിൽ 23 മിനിറ്റും ആണ് കാണിക്കുന്നത്. സോ ഏകദേശം രണ്ടിൻ്റെയും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, എക്സിക്യൂട്ട് ആയിട്ടില്ല. ഭയങ്കര സ്ലോ ആണെന്നുള്ളതാണ് സംഭവം. അടുത്ത JD സ്വാപ്പ് ഉണ്ട്. അതിനകത്ത് പോകുമ്പോൾ ഇതന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ നോക്കട്ടെ. ഇതിനകത്ത് സക്സസ് ആവും നോക്കട്ടെ. Is currently on alpha. There will be network update by StarkWare in few months back. And you might lose funds in extreme scenario. Upgrade ആണെന്നൊക്കെ പറയുന്നത് റിസ്ക് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. വേണമെങ്കിൽ ട്രൈ ചെയ്യാം. റിസ്ക് ഉണ്ടോ, ചെറിയ ഫണ്ടൊക്കെ ആണെങ്കിൽ ട്രൈ നോക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് കണക്ട് വാലറ്റ് കൊടുക്കുന്നു. അർജന്റ് എക്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഫസ്റ്റ് നെറ്റ് നടക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. സോ മാക്സിമം ഇത് ട്രൈ ചെയ്യാതിരിക്കാണ് നല്ലത് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കും. ഞാൻ ചെറിയ ഫണ്ട് ഇട്ടതുകൊണ്ട് തന്നെ ഞാനിത് കഴിഞ്ഞാൽ ഈ വാലറ്റ് അടുത്ത എയർഡ്രോപ്പ് ഈ വാലറ്റ് യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പോകണമെങ്കിൽ ഇത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു 1 USDC തന്നെയാണ് ഞാൻ ഇവിടെയും സെലക്ട് ചെയ്യുന്നത്. ഒരു 1 USDC ഇവിടെയും സെലക്ട് ചെയ്യാണ്. ഫെച്ചിങ് എമൗണ്ട് എത്രത്തോളം കിട്ടുന്നുണ്ട് JD സ്വാപ്പിന് അത് ട്രൈ ചെയ്യുമ്പോൾ 0.0005868814 ഇതാണ് ട്രാൻസാക്ഷൻ ഡെഡ്ലൈൻ 60 മിനിറ്റ്. ഇവിടെ 1 മണിക്കൂറാണ് ടൈം ഒക്കെ പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം. കൺഫേം സ്വാപ്പ് ഫെയിൽ ആയി അവിടെ. അപ്പം ഓക്കെ, അത് നമുക്ക് വേണ്ട. എന്തായാലും അവിടെ പ്രശ്നം ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ചെയ്യുന്നില്ല. നമ്മൾ ട്രൈ നോക്കിയതാണ്. അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ലിക്വിഡിറ്റി പൂൾ ആഡ് ചെയ്യാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത NFT ഇന്ത്യയിലെ ഓപ്ഷൻ ആക്കി ട്രൈ NFT മാർക്കറ്റ് പ്ലേസ് ഓൺ സ്റ്റാർക്നെറ്റ്. നമ്മൾ ഇവിടെ മിന്റ് സ്ക്വയർ ക്ലിക്ക് ചെയ്യാണ്. മിന്റ് സ്ക്വയർ എന്നുള്ള 2 വെബ്സൈറ്റ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 20 മിനിറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം ആവുന്നത്. ഭയങ്കര സ്ലോ ആണ്. എന്തായാലും പ്രൊജക്ട് എന്തായാലും കയറുന്ന പ്രതീക്ഷ അത്ര എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ചെയ്യാത്തതും. നോക്കി നോക്കട്ടെ. നമ്മൾ മിന്റ് സ്ക്വയർ നോക്കുമ്പോൾ കിട്ടുമോ നോക്കട്ടെ. മിന്റ് സ്ക്വയർ കണക്ട് ആവുന്നില്ല. സോറി ഗൈസ്, എൻ്റെ റെക്കോർഡർ ഇടയ്ക്കൊന്ന് കട്ടായി പോയി. അത് ലിമിറ്റ് ഉണ്ട് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും. പക്ഷേ ഞാനിപ്പം NFT സ്റ്റെപ്പ് ഇനി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. NFT നമ്മൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാണ്. ഈ ഒരു പേജിൽ വന്ന് മിന്റ് സ്ക്വയറിനകത്ത് പോകുമ്പോൾ എനിക്കിത് കംപ്ലീറ്റ് ആവുന്നില്ല. എന്തെങ്കിലും എറർ ആണ് തോന്നുന്നുണ്ട്. ഞാൻ ഇതിൽ ഫോണിലൂടെ നമ്മുടെ കിവി ബ്രൗസർ വെച്ചിട്ട് ഈ ഒരു മിന്റ് ചെയ്യാൻ നോക്കും. അത് കിട്ടുമെന്ന് അറിയില്ല. ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ വർക്ക് ആവുന്നതിന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ നോക്കുക. ഈ സാധനം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. എൻ്റെ വെബ്സൈറ്റിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. എൻ്റെ ലാപ്പിൻ്റെ പ്രശ്നമാണോ അറിയില്ല. അതുപോലെ തന്നെ aspect.co നമ്മൾ ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് സ്ക്രീൻ പോയത്. ഇതിനകത്ത് നമുക്ക് ബൈ സെല്ല് ക്രിയേറ്റ് എന്നതിലൂടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് അതേ എറർ തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് പ്ലീസ് സംതിങ് വേണം, പ്ലീസ് മെസ്സേജസ് വിത്ത് എറർ മെസ്സേജ് ഇൻ ദ ബഗ്സ് ചാനൽ ഓൺ ഡിസ്കോർഡ് എന്ന് കണ്ട്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇവരുടെ ഡിസ്കോർഡിനകത്ത് പോയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഡിസ്കോർഡിനകത്ത് പോകാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അയച്ചു കൊടുത്ത് നോക്കുക. ഞാനൊന്നും ചെയ്യുന്നില്ല. നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് പോകും. തന്നെ വീഡിയോ വലുതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 5ാമത്തെ സ്റ്റെപ്പ് ഒന്നും ചെയ്തിട്ടില്ല. NFT വരെ ഒന്നും മിന്റ് ചെയ്തിട്ടില്ല.
ബിക്കോസ് NFT ബൈ ചെയ്യല്ല, മിന്റ് ചെയ്തിട്ടില്ല, അത് കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് എറർ കാണിക്കുന്നുണ്ട്. ഞാൻ ഇത് ട്രൈ ചെയ്തിട്ട് എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഡൊമൈൻ നെയിം സെലക്ട് ചെയ്യുക, ഒരു NFT മിന്റ് ചെയ്യാന്നുള്ളത് വേണ്ടുള്ളൂ. അത് നമുക്ക് അറിയില്ലെന്ന് ഞാൻ പറ്റിയ ഷോർട്ട് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം, ഷോർട്ട് വീഡിയോ ചെയ്യാൻ പറ്റും നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇടാം. സോ ഇവിടെ ഇതിനകത്ത് ട്രാൻസാക്ഷൻ ഇപ്പോൾ 2 ചെയ്തു, JD സ്വപ്നത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് എന്തൊക്കെ ട്രാൻസാക്ഷൻ ഫെയിൽ ആയിട്ടുണ്ട്, എന്തൊക്കെ കുറേ പ്രോംപ്റ്റ് വരുന്നുണ്ട്, ബോട്ടിന്റെ അപ്ഡേറ്റ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാക്സിമം 2 നമ്മൾ ചെയ്യാം. ഇതുപോലെ ഇനി വേറെ ഇത് കുറച്ചായിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ വേണമെങ്കിൽ ട്രൈ നോക്കാം. ഈ ഒരു വാലറ്റ് ഈ ഒരു സ്റ്റാർക്നെറ്റ് മാത്രം യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് JD സ്വപ്നത്തിൽ ചെയ്ത് നോക്കാം. പിന്നെ ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റാർക്നെറ്റിന്റെ ഐഡി ആണ്. starknet.id നമ്മളിപ്പോൾ ഡൊമൈൻ നെയിം DNS സെലക്ട് ചെയ്യാം, ballubigness.gate അല്ലെങ്കിൽ suraj.bnb അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന പോലെ സ്റ്റാർക്നെറ്റിന്റെ ഐഡി നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. സോ ഇവർ ഇവിടെ കൊണ്ടുപോകുമ്പോൾ starknet.id എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ലോഞ്ച് ആപ്പ് കൊടുക്കുകയാണ്. ലോഞ്ച് ആപ്പ് കൊടുക്കണം, നമ്മൾ കണക്ട് അർജന്റ് വാലറ്റ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സംഭവം നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കണം. ടെസ്റ്റ് നെറ്റ് മെയിൻ ഉണ്ട്, നമ്മൾ മെയിൻ നെറ്റ് ചൂസ് ചെയ്യണം. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യണം. നമുക്ക് വേണ്ട യൂസർ നെയിം എന്താണെന്നുള്ളത് നോക്കാം. സൂരജ് പാലാരി എന്ന് നോക്കട്ടെ, ഇത് വരുമോ എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന് അറിയില്ല. ഓക്കെ, സ്റ്റാർക്നെറ്റിൻ്റെ 5 വർഷത്തേക്കൊന്നും വേണ്ട, 1 വർഷത്തേക്കൊക്കെ മതി. 1 വർഷത്തേക്ക് ഏകദേശം നല്ല പൈസ കൊടുക്കേണ്ടിയിരിക്കും. ഞാൻ അത് ആഡ് ചെയ്യും. 0.09 കൊടുക്കണം, 0.009. അപ്പോൾ നമ്മുടെ ബാലൻസ് എത്രയും നോക്കട്ടെ, അർജന്റിൽ ബാലൻസ് കൂടി നോക്കണമല്ലോ. USDC നമ്മുടെ കംപ്ലീറ്റ് ആയത്, ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയത് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. 0.08 ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡൊമൈൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫണ്ട് ആഡ് ചെയ്യേണ്ടി, ഈ ഇതിൽ പറ്റുന്നില്ല. ഞാൻ കുറച്ച് ഫണ്ട് ആഡ് ചെയ്തിട്ട് ഈ ഒരു ഡൊമൈൻ എന്തെങ്കിലും ഒന്ന് വാങ്ങി വെക്കുന്നതിനകത്തേക്ക്, അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കാരണം ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് സ്കിപ്പ് ചെയ്ത് എങ്ങനെയാണ് ബേസിക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഡൊമൈൻ വാങ്ങാൻ പറ്റാത്തത്. ചെയ്യേണ്ട 3 കാര്യങ്ങളും പറയുന്നത്, ഒന്ന് ഡെക്സിനകത്ത് പോയിട്ട് നമ്മൾ സ്വാപ്പ് ചെയ്യുക, രണ്ടാമത് NFT മിന്റ് ചെയ്യാൻ പറ്റിയിട്ട്, കാരണം വെബ്സൈറ്റ് കുറച്ച് ഇഷ്യൂസ് കാരണം അവിടെ ബഗ്ഗാണ് തോന്നുന്നത്. നിങ്ങൾ ഡിസ്കൗണ്ട് പോയിട്ട് കൊടുക്കുക, അവർക്ക് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റാർക്നെറ്റിന്റെ ഐഡി, ഇത് ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്തത്. ഈ 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കഴിഞ്ഞു, എലിജിബിൾ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 ട്രാൻസാക്ഷൻ, എൻ്റെ ഒരു ട്രാൻസാക്ഷൻ എന്തെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്, മറ്റേത് കൂടി കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഇപ്പോൾ 2 കംപ്ലീറ്റ് ആയി തോന്നുന്നു, കാരണം നോട്ടിഫിക്കേഷൻ ഒന്നും കാണുന്നില്ല. ലെറ്റ് മീ ചെക്ക്, അതിൽ കംപ്ലീറ്റ് ആയിട്ടില്ല നോട്ടെ, നമ്മൾ ഏതാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആവാത്തത് നോക്കട്ടെ. സ്റ്റാർ സ്കാൻ റിജക്റ്റഡ് ആണ്, ഏതോ റിജക്റ്റ് ആയിട്ടുണ്ട്. ഇതോ ഓക്കെ, ഇത് അക്സെപ്റ്റഡ് ആണ്. ഇത് ഏതാണ് എന്നുള്ളത് ഇങ്ങനെ അറിയാം. നമുക്കൊന്നും കൂടി ഈ പറഞ്ഞ ഇതിനകത്ത് ഒന്നും കൂടി കയറി നോക്കാം. ഇത് നമുക്കൊന്നും കൂടി ട്രൈ നോക്കാം. മൈ സ്വാപ്പ് 10K സ്വാപ്പിനകത്ത് ഒന്നും കൂടി കയറി നോക്കാം. 10K സ്വാപ്പ് ആണ് കംപ്ലീറ്റ് ആയത് തോന്നുന്നുണ്ട്. നമുക്കത് എങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വന്നിട്ട് USDC സെലക്ട് ചെയ്യുക. ഇവിടെ ഓപ്പോസിറ്റ് കൊടുത്ത ഒരു USDC നമ്മൾ കൊടുത്തു നോക്കാം. 0.98 നമ്മുടെ ബാലൻസ് കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നെറ്റ് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ടൈം ആയിട്ട് നിങ്ങൾ ചെയ്യാം. അതുപോലെ ലിക്വിഡിറ്റി പൂൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ ലിക്വിഡിറ്റി പൂൾ കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ഓക്കെ, ethereum USDC എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഇതും കൂടി കൊടുത്തു നോക്കുകയാണ്. ETH USDC ലിക്വിഡിറ്റി കൊടുത്തു നോക്കുകയാണ്. ഞാനിപ്പം 0.98 വർത്ത് ഓഫ് ethereum USDTക്കുള്ള ഒരു ലിക്വിഡിറ്റി പൂൾ കൂടി ആഡ് ചെയ്യാണ് ഇതിനകത്ത്. ലിക്വിഡിറ്റി പൂൾ കൺഫേം സപ്ലൈ. ചെറിയൊരു ഗ്യാസ് ഫീസ്, എത്ര ഗ്യാസ് ഫീസ് വരും നോക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിക്വിഡിറ്റി പൂൾ ചെയ്യാം. അപ്പം കൂടുതൽ എമൗണ്ട് കിട്ടാനുള്ള ഓപ്ഷനാണ് 60, ഏകദേശം ഒരു 60 സെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇതായിട്ട് നമ്മൾ കൺഫേം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യാനും പറ്റും. ഈ സാധനം തന്നെ റിമൂവ് ചെയ്യാനും പറ്റും. വ്യൂ ഓൺ സ്റ്റാർ സ്കാൻ. ക്ലോസ്. ഓക്കെ, നമ്മൾ എന്തായാലും അത് കൊടുത്തിട്ടുണ്ട്. ഷെയർ ഓഫ് പൂൾ ഇവിടെ വരും എത്രയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ മാക്സിമം പറ്റുന്നില്ല നിങ്ങൾ ഇവിടെ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എലിജിബിലിറ്റി ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം പറ്റും എത്രത്തോളം ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു വെബ്സൈറ്റിന്റെ ഈ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ താഴെ കൊടുക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിയാം. ഏതെങ്കിലും ഒന്ന് വർക്ക് ആവില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡൊമൈൻ എന്തെങ്കിലും വാങ്ങാൻ നോക്കുക, ഫണ്ട് ആഡ് ചെയ്യണം. ഫണ്ട് ആഡ് ഡൊമൈൻ എന്തെങ്കിലും വാങ്ങാൻ നോക്കുക, നല്ലൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. സോ ഇത്രയുള്ള വീഡിയോ. ഇത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നത്, യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ഇനി zksync എങ്ങനെ ഇനി വരാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഫണ്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും നമുക്ക് ട്രൈ ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുമെന്ന് അറിയില്ല, കിട്ടിയാലും എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല, അത് എത്ര വാല്യൂ ഉണ്ടാവുന്ന അറിയില്ല. എന്നാലും ഒരു അസംഷന്റെ പുറത്ത് നമ്മൾ ഫണ്ട് കളയാന്നുള്ളത് വേണം ചെയ്യാം. എനിവേ നമുക്ക് നോക്കാം. ബൈ ദ വേ, ട്രേഡിംഗ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന നമ്മൾ അതിനെക്കുറിച്ചുള്ള സീരീസ് ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് മണി കോൺസെപ്റ്റും പ്രൈസ് ആക്ഷൻ ചെയ്തത്, അതും കാണാം. നമുക്ക് ഇത് വേണേൽ നോക്കാം. വേറെ നല്ലൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.